വ്യക്തമാക്കുന്നു. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ അപകടത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. വിശദവിവരങ്ങളുമായി അരുൺ അമൃതാഥ് ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? വിശദവിവരങ്ങൾ എന്തൊക്കെ? അതിദാരുണമായ ഒരു സംഭവമാണ്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി എന്നൊരു വാർത്തയാണ് അരീക്കോട് നിന്ന് വരുന്നത്. അതായത് ഇത് ഒരു കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് കാൽ വഴുതി വീണതാണ് എന്നുള്ളതാണ് നിലവിലെ പ്രാഥമിക നിഗമനം. ഒരാൾ വീഴുകയും 2 പേർ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ഇത്തരത്തിൽ ദൃക്സാക്ഷികളും ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ടവരും നമ്മളെ അറിയിക്കുന്നത്. ഒരു ആസാം സ്വദേശിയും 2 ബീഹാർ സ്വദേശിയും മരിച്ചതായാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വികാസ് കുമാർ 29 വയസ്സുള്ള വികാസ് കുമാർ, 20 വയസ്സുള്ള സമദ് അലി, 46-കാരനായ ഇതേ ശരണ്യ എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 12 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇത്തരത്തിലുള്ള രാസമാലിന്യം ശ്വസിച്ചതുമാകാം മരണ കാരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രാഥമിക സ്ഥിരീകരണം ഇതിൽ വന്നിട്ടില്ല. 3 പേർ എന്തായാലും മരിച്ചു എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ പോലീസ് നൽകുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതിദാരുണമായ സംഭവം അരീക്കോട്ടെ സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മോത്തി, മലപ്പുറത്ത് നിന്ന് വരുന്ന ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണിത്. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ അപകടത്തിലാണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചത്. കോഴി മാലിന്യം സംസ്കരിക്കുന്ന സ്വകാര്യ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരായ 3 യുവാക്കളാണ് മരണപ്പെട്ടതെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാലിന്യം സംസ്കരിക്കാനായുള്ള കുഴിയിലേക്ക് വീണതാണ് കാരണമെന്ന് പറയുന്നു. ശുദ്ധവായു ശ്വസിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതും മരണകാരണമായി പറയപ്പെടുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ 3 പേരും മരണപ്പെട്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളാണ്. മലപ്പുറം അരീക്കോടാണ് സംഭവം. സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലി ചെയ്ത 3 അന്യസംസ്ഥാന തൊഴിലാളികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അരുൺ അമൃതാഥാണ് വിശദവിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണോ അവിടെ ജോലി ചെയ്യുന്നത്? ഈ സംഭവം പുറത്തേക്കറിഞ്ഞത് എങ്ങനെയാണ്? വിശദവിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ? അതായത് മോത്തി, 2 ബീഹാർ സ്വദേശികളും 1 അസം സ്വദേശിയുമാണ് മരിച്ചത് എന്നുള്ളതാണ് വിവരം. ഇവർ ഇത്തരത്തിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. കാൽ വഴുതി ഈ ഒരു കുഴിയിലേക്ക് ടാങ്കിനകത്തേക്ക് അകപ്പെടുകയായിരുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. മറ്റു തൊഴിലാളികളും എല്ലാം അവിടെ ഉണ്ട്. ഈ 3 പേരെയും കാണാതായതോടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർ ടാങ്കിൽ അകപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. സ്വകാര്യ പ്ലാന്റ് ആണ്. ഇവിടുത്തെ ഈ വൃത്തിയാക്കൽ ശുചീകരണ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു മരണം എന്തായാലും സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ വ്യക്തമാവേണ്ടത് കൂടിയുണ്ട് എന്നുള്ളതാണ്. മാലിന്യ പ്ലാന്റ് അധികൃതരുടെ പ്രതികരണമൊക്കെ നമ്മൾ അല്പസമയത്തിനകം തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും 3 പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ്. അത് 2 ബീഹാർ സ്വദേശികളും 1 അസം സ്വദേശിയുമാണ്. വികാസ് കുമാർ, ഇതേ ശരണ്യ, സമദ് അലി എന്നുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണ്. ഈ ജോലിക്കിടെ ഇത്തരത്തിൽ ഒരു ശുചീകരണ പ്രവർത്തിക്കിടെയാണ് ഈ മാലിന്യ പ്ലാന്റിൽ ഇത്തരം ഒരു അപകടത്തിൽ ഇവർക്ക് ജീവൻ നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. അരീക്കോട്ടെ സ്വകാര്യ മാലിന്യ പ്ലാന്റ് ആണ്. മൂർത്തി, മലപ്പുറം അരീക്കോട്ടെ സ്വകാര്യ മാലിന്യ പ്ലാന്റിൽ ജോലി ചെയ്യുകയായിരുന്ന 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ മാലിന്യ പ്ലാന്റിൽ പെട്ട് മരിച്ചതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 3 അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഈ അപകടം മാലിന്യ സംസ്കരണ യൂണിറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ഉടമസ്ഥയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റാണ്, യൂണിറ്റാണ്. അവിടെ പ്രവർത്തിച്ചിരുന്നവരാണ്. മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാനായി ഇറങ്ങിയ സമയത്തായിരുന്നു അപകടം സംഭവിച്ചത് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടെ ഉണ്ടായിരുന്നവർ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും 3 പേരും ഈ ടാങ്കിനുള്ളിൽ പെട്ടിരുന്നു. ഒരാൾ വീണപ്പോൾ മറ്റു 2 പേർ സഹായിക്കാനായി എത്തിയതാണ്, രക്ഷപ്പെടുത്താനായി എത്തിയതാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മലപ്പുറം അരീക്കോടാണ് സംഭവം. 3 പേരും അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അവരാണ് 3 പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. മലപ്പുറം അരീക്കോടാണ് സംഭവം.